ലീഗിനെ കുറിച്ച് പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ പേര് സ്വരാജ് മുരളീധരൻ നായർ എന്നായിരുന്നു. ഞാൻ ആ പേര് മാറ്റുകയാണ്. മുരളീധരൻ നായർ എന്ന വാല് വെട്ടുകയാണ്. കാരണം എനിക്ക് മനുഷ്യപക്ഷത്ത് നിൽക്കണം എന്ന് പറഞ്ഞ ആളാണ് സ്വരാജ്. അപ്പോൾ ഒരു നായർക്ക് മനുഷ്യപക്ഷത്ത് നിൽക്കാൻ പറ്റൂലേ? ആര്യാടൻ ഷൗക്കത്ത് ലീഗിനെ വിമർശിച്ചതിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത്. ഞാൻ ആര്യാടൻ മുഹമ്മദ് സാറിനെ വിമർശിച്ചതിനെ പറ്റി കേട്ടില്ല. നിങ്ങൾ അതിരൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഇത് ജനാധിപത്യ സംഘടനയാണ്. കോൺഗ്രസ് ലീഗിനും ലീഗ് കോൺഗ്രസിനും പിന്നെ ഐഡിയോളജിക്കലി കീഴടങ്ങുന്ന പരിപാടിയല്ല. ഒരു മിനിമം പരിപാടിയുടെ പേരിലാണ് UDF എന്ന് പറയുന്ന സിസ്റ്റം ഉള്ളത്. ഞങ്ങൾ ഈ നാളെയും ചിലപ്പോൾ ഷൗക്കത്തോട്ട് വിയോജിക്കും. സ്വന്തം പാർട്ടിയിലെ VS അച്യുതാനന്ദനെ ഏറ്റവും നിന്ദ്യമായ ഭാഷയിൽ വിമർശിച്ച ഒരാളാണ് സ്വരാജ്. അവരാണ് ഇത്രമേൽ BJP നിശബ്ദമായ ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ ഈ സമീപകാലത്ത് കണ്ടിട്ടില്ല. ഇത്രമേൽ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ BJP നിർത്തിയത് ഞാൻ ഈ കാലത്തൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ കാണാൻ പോകുന്നത് വോട്ടെണ്ണി കഴിയുമ്പോൾ നിലമ്പൂരിലെ BJPയുടെ കാൻഡിഡേറ്റ് ഇപ്പോൾ തന്നെ ആരാണ്? ഇപ്പോൾ മത്സരം ത്രികോണയില്ലേ? അൻവർ എന്ന് പറയുന്ന ഒരു പാർട്ടിയിലില്ലാതെ മാറി നിൽക്കുന്ന അൻവറിൻ്റെ അടുത്ത് പോലും BJPയെ പോലെ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി ഇപ്പോഴും എത്തിയിട്ടില്ല. സാധാരണ ബൈ ഇലക്ഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറെ കൂടെ ഒരു പൊളിറ്റിക്കലൈസ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസി ആയതുകൊണ്ട് തന്നെ വലിയ ബഹളങ്ങളല്ല, നല്ല താഴെ തട്ടുള്ള വർക്കുകളൊക്കെ കൃത്യമായിട്ട് നടന്നു. എല്ലായിടത്തും പോകുമ്പോഴും ആണെങ്കിലും പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, നല്ല പൊളിറ്റിക്കലൈസ്ഡ് ആണ്. ഒരു അർബൻ കമ്മ്യൂണിറ്റി അല്ലല്ലോ. അവർ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സാധാരണ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന പോലെയുള്ള ബഹളങ്ങളല്ല. ആളുകൾ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നുണ്ട്, നമുക്ക് അവരോട് സംസാരിക്കേണ്ടി വരുന്നുണ്ട്. ആ അർത്ഥത്തിൽ വളരെ ഉപതെരഞ്ഞെടുപ്പുകൾ നമുക്കൊക്കെ ഡിഫറൻറ്റ് ഫീലാണ് ഉണ്ടാകുന്നത്. ആളുകൾക്ക് പലതരം പ്രതിഷേധങ്ങളുണ്ട്. അതൊരു സിംഗിൾ പോയിന്റിലല്ല. അവർ പ്രത്യേകിച്ച് ഒരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഒറ്റ ഭീകരമായി നടക്കുന്ന പ്രദേശമാണ്. അവരുടെ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ അവർ പിന്നെ അടിയന്തരമായ ശാശ്വതമായ മാറ്റങ്ങൾ അവരുടെ എഡ്യൂക്കേഷൻ അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഉണ്ടാവണമെന്ന് അവർക്ക് വലിയ ആഗ്രഹമുണ്ട്. സ്വരാജിന് വേണ്ടിയിട്ട് മന്ത്രിമാരൊക്കെ നിരന്തരം വന്ന് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കം വന്നു. അതൊക്കെ ജനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, അവർക്ക് ആൻസറബിൾ ആയിട്ടുള്ള ആളുകൾ ഇവിടെ വരുന്നതാണ് അവരുടെ ചോദ്യങ്ങൾ കൂടാൻ കാരണമാവുക. മന്ത്രിമാരായിട്ട് വരുമ്പോൾ ഇപ്പോഴാണോ നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ആലോചിച്ചത്, ഇപ്പോഴാണോ നിങ്ങൾ ഞങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത്. അത് അവർക്ക് ആശ്വാസകരമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കണ്ട നേതാക്കളോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. അൻവർ ഒരു വോട്ട് പിടിക്കും കോൺഗ്രസിന്റെ എന്നുള്ളത് പറയുന്നത് CPM-ന്റെ ഒരു വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലൊരു വോട്ട് കുറയാനുള്ള ഒരു സാധ്യത ഉണ്ടാവുമോ? 9 കൊല്ലത്തെ MLA ആണ് ഇവിടെ. 9 കൊല്ലം ജനങ്ങളുമായിട്ട് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ വളരെ മോശമാണെന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ആ 9 കൊല്ലത്തെ MLA ആകുമ്പോഴും 2 മുന്നണിയുടെ ഭാഗമാണ് അയാൾ. ഇപ്പോഴയാൾ ഒറ്റയ്ക്ക് എന്താണ് ചെയ്യാനാവുക എന്നുള്ളത്. മുന്നണിയായിട്ടുള്ള കുറേ മന്ത്രിമാരൊക്കെ അവിടെ നിൽക്കുമ്പോൾ അവരെന്നെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള സാമാന്യ യുക്തിയുടെ മുമ്പിൽ അദ്ദേഹം പതറുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് മുസ്ലിം ലീഗിൻ്റെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില സിനിമകളെ കുറിച്ചൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുക. അപ്പോൾ പറയുകയാണ് അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെ സംസാരിച്ച കാര്യങ്ങൾ, ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് സംസാരിച്ച കാര്യങ്ങൾ, ഇതൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് ആളുകൾ പറയുന്നു, നോക്കൂ മുസ്ലിം വിഭാഗത്തിന് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്നുള്ള വോട്ടുകൾ അദ്ദേഹത്തിന് കുറയാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ കൺവെൻഷനിൽ ലീഗ് വിട്ടുനിന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ പാണക്കാട് തങ്ങൾ കുടുംബം വിട്ടുനിന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വോട്ട് കുറയലുണ്ടാവാൻ സാധ്യതയുണ്ടാവുമോ? ആര്യാടൻ ഷൗക്കത്ത് ലീഗിനെ വിമർശിച്ചതിനെ കുറിച്ച് നിങ്ങൾ പറയുന്നത്. ഞാൻ ആര്യാടൻ മുഹമ്മദ് സാറിനെ വിമർശിച്ചതിനെ പറ്റി കേട്ടില്ല. നിങ്ങൾ അതിരൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഇത് ജനാധിപത്യ സംഘടനയാണ്. കോൺഗ്രസ് ലീഗിനും ലീഗ് കോൺഗ്രസിനും പിന്നെ ഐഡിയോളജിക്കലി കീഴടങ്ങുന്ന പരിപാടിയല്ല. ഒരു മിനിമം പരിപാടിയുടെ പേരിലാണ് UDF എന്ന് പറയുന്ന സിസ്റ്റം ഉള്ളത്. ഞങ്ങൾ ഈ നാളെയും ചിലപ്പോൾ ഷൗക്കത്തോട്ട് വിയോജിക്കും. പക്ഷെ അത് തെരഞ്ഞെടുപ്പിൻ്റെ മാറ്ററല്ല. ഞങ്ങൾ ഒരു മുന്നണി ആയതുകൊണ്ട് കീഴ്പ്പെട്ട് മുതലാളിക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന ശീലം അത് CPM-ന്റെ ശീലമാണ്, ഞങ്ങളുടെ ശീലമല്ല. ഞങ്ങൾ കൂടെ നിൽക്കുമ്പോഴും എതിർക്കേണ്ടത് എതിർക്കും, പറയേണ്ടത് പറയും. അങ്ങനെ തന്നെ നിൽക്കുന്ന നല്ല വായു കടക്കുന്ന ജനാധിപത്യ ബോധമുള്ള ഒരു സംഘടനയാണ് UDF. ഇപ്പോൾ സ്വരാജ് പിണറായി വിജയനോട് ആഭിമുഖ്യമുള്ള ആളാണ്. അച്യുതാനന്ദനെ വിമർശിച്ചുകൊണ്ട് അന്ന് മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും സ്വന്തം പാർട്ടിയില്ല. ഞങ്ങൾ വിമർശിക്കുന്നത് കോൺഗ്രസിൻ്റെ ആളെയാണ്, ഷൗക്കത്ത് വിമർശിക്കുക ലീഗിനെയാണ്. സ്വന്തം പാർട്ടിയിലെ VS അച്യുതാനന്ദനെ ഏറ്റവും നിന്ദ്യമായ ഭാഷയിൽ വിമർശിച്ച ഒരാളാണ് സ്വരാജ്. അവരാണ് ലീഗിനെ കുറിച്ച് പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ പേര് സ്വരാജ് മുരളീധരൻ നായർ എന്നായിരുന്നു. ഞാൻ ആ പേര് മാറ്റുകയാണ്. മുരളീധരൻ നായർ എന്ന വാല് വെട്ടുകയാണ്. കാരണം എനിക്ക് മനുഷ്യപക്ഷത്ത് നിൽക്കണം എന്ന് പറഞ്ഞ ആളാണ് സ്വരാജ്. അപ്പോൾ ഒരു നായർക്ക് മനുഷ്യപക്ഷത്ത് നിൽക്കാൻ പറ്റൂലേ? നമ്പൂരിക്ക് മനുഷ്യപക്ഷത്ത് നിൽക്കാൻ പറ്റൂലേ? മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മനുഷ്യപക്ഷത്ത് നിൽക്കാൻ പറ്റൂലേ? അങ്ങനെ മനുഷ്യപക്ഷത്ത് നിൽക്കുന്നവനാണ് സ്വരാജെങ്കിൽ TP ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ ഏത് പക്ഷത്തായിരുന്നു? ഷുക്കൂറിനെയും കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്നപ്പോൾ ഏത് പക്ഷത്തായിരുന്നു? അപ്പോൾ ഇതൊക്കെ ജാടയാണ്. ഈ ജാടയൊക്കെ ആളുകൾ പണ്ടത്തെ കാലത്ത് റഷ്യയിലേക്ക് നോക്കൂ,
എന്നൊക്കെ പറഞ്ഞ കാലമല്ലല്ലോ. ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ പഴയകാല പ്രസംഗങ്ങൾ അതൊക്കെയാണ് ഇപ്പൊ സൈബർ ഇടത്തിൽ ഭയങ്കര വൈറലായി ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഫാൻ ബേസ് സ്വരാജിനില്ലേ? അല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ സ്വന്തം പാർട്ടിക്കെതിരാണ്, വി എസ് അച്യുതാനന്ദനെതിരെയാണ്. അദ്ദേഹം പിണറായിയുടെ സകലമാന മാനറിസവും ജീവിതത്തിൽ എടുത്തു വന്നിട്ടുള്ള ഒരാളാണ്, എല്ലാ മാനറിസവും. പിന്നെ അദ്ദേഹത്തിന്റെ ഫാൻ പക്ഷം ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് പലജാതി പ്രശ്നങ്ങളുണ്ടായി. ഇതേ നിലമ്പൂരിലെ ആളുകൾ പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്തത് കൊണ്ട് മാത്രം വർഗീയമാണ്, അവർ വർഗീയവാദികളാണ് എന്ന് പറഞ്ഞു വിജയരാഘവൻ. അയാൾ തിരുത്തിയോ? ഈ മലപ്പുറം ജില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈം റേറ്റുള്ള ഡിസ്ട്രിക്റ്റാണ്. അത് ആ ചെയ്തത് തെറ്റാണ് എന്ന് അയാൾ പറയുമോ? ഈ മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടോ? ഈ മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് ജയിച്ചതാണ് എന്ന അഭിപ്രായത്തെക്കുറിച്ച് സ്വരാജിന് വേറെ അഭിപ്രായമുണ്ടോ? അപ്പോഴും അദ്ദേഹം നന്നായി പ്രസംഗിക്കുന്നവരെ നടക്കുമോ? അദ്ദേഹം പാലസ്തീൻ അനുകൂലിയാണ്, മുസ്ലിമിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് മറുവിഭാഗത്തു നിന്ന് വരുന്ന കാര്യങ്ങൾ. അദ്ദേഹവും ഞാനും ഫലസ്തീൻ അനുകൂലിയാവുന്നതിനേക്കാൾ വലിയ പ്രശ്നം എന്താ അറിയോ? ഫലസ്തീന് വേണ്ടി നിലകൊണ്ടിരുന്ന ഇന്ദിരാഗാന്ധിയുടെ പോളിസിയാണ്. കാരണം ലീഗിനും CPM-നും ഒക്കെ ബടായി വിടാനേ പറ്റുള്ളൂ. ഒരു നിലപാടായിട്ടൊരു രാഷ്ട്രം ഉണ്ടാവാൻ കോൺഗ്രസിനെ കഴിയുള്ളൂ. ഞങ്ങളതുകൊണ്ടാണ് കോൺഗ്രസിനെ കൊടുക്കുന്നത്. ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന സമയത്ത് യാസർ അറഫാത്തായിരുന്നു ഇന്ത്യയുടെ സുഹൃത്തായിരുന്നു അറഫാത്ത്. അന്ന് യാസർ അറഫാത്തിന് പലസ്തീനിലെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് മരുന്നും ഭക്ഷണവും കൊണ്ടുപോയി കൊടുത്തിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ആ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിന് വേണ്ടി ഷൗക്കത്ത് വോട്ട് വയ്ക്കുമ്പോൾ ഞങ്ങൾ പലസ്തീൻ അനുകൂലിച്ചിരുന്നു, ഒരു പ്രസംഗം നടത്തിയിരുന്നു എന്ന് പറയുന്നത് എന്താണ് സ്വരാജിൻ്റെത്? അതൊരു അല്പത്തരല്ലേ, അതൊരു പ്രസംഗത്തിൻ്റെ മുടക്കേ ഉള്ളൂ, മറ്റതൊരു പോളിസിയുടെ പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത്, ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്നത്, അന്ന് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആളുകൾ സ്വീകരിച്ചത് തെറ്റായ നിലപാടായിരുന്നു എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, അതാണ് അദ്ദേഹത്തിന് ഈ മേപ്പൊരില്ലാത്തവനെന്ത് തീപ്പൊരി എന്ന് പറയും നമ്മുടെ നാട്ടിൽ. അദ്ദേഹത്തിന് എന്തും പറയാലോ, കാരണം ആകെ കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയല്ലേ. ലീഗിനും ചിലപ്പോൾ എന്തും പറയാം, ചെറിയൊരു പാർട്ടിയല്ലേ. കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസ് എടുത്ത നിലപാട് തെറ്റായിരുന്നെങ്കിൽ ചേരിചേരാൻ നയം തെറ്റാണോ? ചേരിചേരാൻ നയം തെറ്റല്ലല്ലോ. ചേരാൻ നയത്തിൻ്റെ ഭാഗമാണ് ഏഷ്യയിലെ സമാധാനം. അതിൻ്റെ ഭാഗമായിരുന്നു ഫലസ്തീൻ അന്ന് ചേർത്ത് പിടിച്ചത്. അപ്പോൾ അതൊക്കെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്, പൊളിറ്റിക്കലി ഉണ്ടായിരുന്ന വലിയ ഡിസിഷനാണ്. ഇപ്പം അതേ ഇസ്രായേലിലേക്ക് കൃഷി പഠിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പറഞ്ഞാച്ചാളാണ് പിണറായി വിജയൻ. ഈ ഇസ്രായേലിൽ ലോകത്ത് വേറെ പല സ്ഥലമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോകത്ത് ഡെൻമാർക്ക് പോലെയുള്ള ലോകത്തെ ഒരുപാട് ഏരിയകളിൽ നമുക്ക് പോകാം, ആംസ്റ്റർഡാമിൽ പോകാം. പക്ഷേ ഇസ്രായേൽ തന്നെ കൃഷി പഠിക്കാൻ തിരഞ്ഞെടുത്ത പിണറായി വിജയൻ, അതിനുവേണ്ടി 2 മന്ത്രിമാരെ പറഞ്ഞയച്ച പിണറായി വിജയനാണ് ഇപ്പോൾ കോൺഗ്രസിനെ വിമർശിക്കുന്നത്. അതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള രാഷ്ട്രീയമാണ്. ഇപ്പോൾ ഷാഫി അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള നേതാക്കൾ വളരെ നന്നായി ഗ്രൗണ്ടിൽ നിൽക്കുന്നു. പക്ഷേ അവരെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, അവർ സ്വന്തം റീലെടുത്ത് നടക്കുകയാണ്, സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല, പറഞ്ഞ് അവരെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ടല്ലോ. അല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏത് മൈന്യൂട്ട് കാര്യങ്ങളും കൂടുതൽ ചർച്ചകളിലേക്ക് വരും. ഇതൊന്നും അത്ര വലിയ കാര്യങ്ങളൊന്നല്ല. ആരാണ് CPM-ലുള്ള ആളുകൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണില്ലേ, അതിലെ വഴികൾ ഉപയോഗിക്കണില്ലേ? പക്ഷേ ഞങ്ങളുടെ പ്രവർത്തകന്മാർ എല്ലാ തരത്തിലുണ്ട്. അത് അവരുടെ ഡ്യൂട്ടിയിൽ അവർ ചെയ്യുമ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ വേണ്ടി കൊടുത്താണ്, അവരെ ചെയ്യണം. ഞങ്ങളെ താഴെ തട്ടുള്ള സ്റ്റേറ്റ് ഭാരവാഹികൾ അടക്കം പഞ്ചായത്തിൽ വർക്ക് ചെയ്യണല്ലോ. പഞ്ചായത്തുകളിൽ പോയിട്ട് വീട് വിടാൻ 3000 വീട് കയറി ഇറങ്ങി ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മകൻ. അദ്ദേഹം പറഞ്ഞു ഞാൻ ആ ചാർജ് എടുക്കാം. അദ്ദേഹത്തിന് ചാർജ് അതാണ്. അതേസമയത്ത് ഇവർക്ക് ചാർജ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ സോഷ്യൽ മീഡിയ വർക്കാണ്. അതിനെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി പറയുന്നു, അത്രേ ഉള്ളൂ. അതുപോലെ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഭരണമാറ്റം വേണമെന്നൊരാഗ്രഹം ആളുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അതുപോലെ എന്താണ് പിണറായിസം എന്ന് നിങ്ങളോട് തന്നെ ഇപ്പോൾ ചോദിക്കുകയാണ് CPM. എന്താണ് നിങ്ങൾ പറയുന്ന പിണറായിസം? ഞങ്ങൾ പറയുന്നത് വികസനമാണെന്നാണ് അവർ പറയുന്നത്. എന്താണ് ശരിക്കും UDF മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ UDF വിമർശിക്കുന്ന ഒരു പിണറായിസം എന്താണ്? UDF വിമർശിക്കുന്ന പിണറായിസം ഒന്നുമില്ല. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും കുട്ടികളും വേറെ കുട്ടികളും മാത്രമായിട്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാടാണ് അദ്ദേഹം കാണുന്ന സമത്വസുന്ദര ഇന്ത്യ എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത് അതാണ്. അതല്ലാതെ ഒന്നല്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നങ്ങളും പരിഹരിക്കാതിരിക്കുകയും എന്നാൽ അവനവൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രതയും അതിൻ്റെ കേസിന് വേണ്ടി ഒരു നാടിൻ്റെ സകലമാന സാധ്യതകളും സ്വന്തം മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയെ പോലും ജയിപ്പിച്ചു കൊടുക്കാവുന്ന കോംപ്രമൈസുകൾ നടത്തുകയും ചെയ്യുന്ന, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ദുർബലനായ, സ്വന്തം മകൾക്ക് വേണ്ടി ഈ രാജ്യത്തെ തന്നെ ഒറ്റുകൊടുത്ത മനുഷ്യനാണ് പിണറായി വിജയൻ. പിണറായിസം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നാഷണൽ ഹൈവേയിൽ പോയാൽ മതി, അപ്പോൾ മനസ്സിലാവും എന്താണ് പിണറായിസം. പിണറായിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കെ പദ്ധതികൾ മാത്രം എടുത്താൽ മതി. കേരളത്തിൽ എത്ര കെ പദ്ധതികളുണ്ട്? ഇവിടുത്തെ കേബിൾ വലിച്ചിട്ട് നടത്തിയ കെ ഫോൺ നിങ്ങൾ പരിശോധിക്കുക, കെ ബസ് നിങ്ങൾ പരിശോധിക്കുക, കെ റെയിൽ നിങ്ങൾ പരിശോധിക്കുക. അങ്ങനെ കെ ഇട്ട് നടത്തിയ അവസാനം ഈ കെ എന്ന് പറയുന്നത് തന്നെ കക്കാനുള്ള പരിപാടിയാണെന്ന് ജനങ്ങൾ പറയൽ തുടങ്ങി.
അപ്പോൾ ഇത് പിണറായിസം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുന്നതിനേക്കാൾ ദുർബലമായി ഇതുവരെ പറഞ്ഞത് EMS ആണ് കേരളം കണ്ടുപിടിച്ചതെന്നാണ്. ഇപ്പോൾ പറയുന്നല്ല EMS അല്ല, പുതിയ കേരളം കണ്ടുപിടിച്ചത് പിണറായി വിജയനാണെന്നാണ്. ഇതൊക്കെ തനി അങ്ങനെ ഒരു കണ്ടുപിടിക്കാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ല. UDF-നകത്ത് അങ്ങനെ ആരുമില്ല. ഞങ്ങൾ അങ്ങനെ ഒരു രാജാവിനെ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ കേരളത്തിലെ എല്ലാ വികസനങ്ങളിലും ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പങ്കുണ്ട്, കേരള കോൺഗ്രസിൻ്റെ പങ്കുണ്ട്, കോൺഗ്രസിന് പങ്കുണ്ട്. അല്ലാണ്ട് കോൺഗ്രസ് മുതലാളിയും ബാക്കിയുള്ള മുന്നണിയിലുള്ള ആളുകളൊക്കെ തൊഴിലാളികൾ, CPI-നെ പോലെ ഒന്ന് അടിമപ്പണി എടുക്കുന്ന ആളുകളല്ല നമ്മളൊന്നും. അതുകൊണ്ട് എല്ലാവർക്കും അവരുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അവരുടെ വ്യക്തിത്വമുണ്ട്, അവരുടെ രാഷ്ട്രീയമുണ്ട്. ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ, നിലമ്പൂരിൽ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ആണ്? CPM BJP തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് അത് നമുക്ക് വോട്ട് കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവും. എന്താ കാരണം നമുക്ക് മനസ്സിലാവും. അത് അവിശുദ്ധമായ ബാന്ധവം തന്നെ.